നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് ക്രിസ്മസ്. ശാന്തിയും സമാധാനവും നൽകുന്ന സന്ദേശമാണ് ക്രിസ്മസ് എന്ന് ഫാദർ ജോസഫ് മണ്ണഞ്ചേരി. മതസൗഹാർദ്ദത്തിന് മാതൃക തീർത്ത് പരപ്പേരിയിലെ ക്രിസ്മസ് ആഘോഷം. കേരള വിമൻസ് ടൂറിസം ഫ്രറ്റേണിറ്റി ബിസിനസ് ടു ബിസിനസ് മീറ്റും സംഘടിപ്പിക്കും. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തിരുവനന്തപുരം. തേക്കിൽ കുടുംബസംഗമം വ്യാഴാഴ്ച പുത്തനത്താണിയിൽ. വിശദമായ വാർത്തകൾ. യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. തിരൂർ സെന്റ് മേരീസ് ചർച്ചിൽ പ്രത്യാശയുടെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പകരുന്ന പ്രത്യേക പ്രാർത്ഥനകളും കുർബാനകളും നടന്നു. യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിലാണ് നാടും നഗരവും. പ്രത്യാശയുടെയും നന്മയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകരുന്ന ക്രിസ്തുമസിനെ വിശ്വാസികൾ വരവേറ്റു. തിരൂർ സെന്റ് മേരീസ് ചർച്ചിൽ ഫാദർ ജോസഫ് മണ്ണഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്രിസ്തുമസ് പാതിരാ കുർബാന നടന്നു. അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ക്രിസ്തുമസ് രാവിലും പ്രത്യേക പ്രാർത്ഥനയും ആഘോഷങ്ങളും നടന്നു. വെട്ടം ന്യൂസ്, തിരൂർ. ആക്രമണത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അഴിമതികളുടെയും വാർത്തകളാണ് ദിനേനെ വന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇത് ഏറെ വേദനിപ്പിക്കുന്നുവെന്നും തിരൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് മണ്ണഞ്ചേരി പറഞ്ഞു. സമാധാനത്തിൻ്റെ ഏകമാർഗം സന്മനസ്സാണ്. സ്വന്തം കുഞ്ഞിനെ കൊന്ന് സുഖം തേടിപ്പോകുന്ന അമ്മമാരുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കാനായി നമ്മൾക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഏറെ സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടെ നമ്മൾ ക്രിസ്മസ് കാലത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മനുഷ്യന് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് ക്രിസ്മസ്. യേശുവിൻ്റെ ജനനാവസരത്തിൽ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഈ സമാധാനമാണ്. ഈ സമാധാനത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ എന്ന് ക്രിസ്തു കാണിച്ചു തരികയാണ്. അതാണ് സന്മനസ്സുള്ളവരായിരിക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലം നമുക്കറിയാം, മനുഷ്യന് സമാധാനത്തിന് വേണ്ടി കേഴുന്ന ഒരു കാലമാണ്. എവിടെ നോക്കിയാലും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അക്രമത്തിൻ്റെയും അഴിമതിയുടെയും അതേപോലെ തന്നെ വിദ്വേഷത്തിൻ്റെതും ഒക്കെ ആയിട്ടുള്ള വാർത്തകളാണ്. നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും അയൽക്കാരാണെങ്കിലും നമ്മൾ കണ്ടുമുട്ടുന്നവരാണെങ്കിലും നമ്മുടെ ശത്രുക്കൾ ആണെങ്കിൽ പോലും അവരെ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ അവർ നമുക്കൊരിക്കലും ഒരു ഭാരമാവുകയില്ല. ഹൃദയത്തോട് ചേർത്ത് വെക്കാത്തതിനൊക്കെ ഭാരമായിട്ട് നമുക്ക് തോന്നും. ഇന്ന് ലോകത്തിൽ നടക്കുന്നത് ഈ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ മനസ്സില്ലാത്തവരെയാണ് നമ്മൾ കാണുന്നത്.
ഓരോരുത്തരും അവനവൻ്റെ ലോകത്തിലാണ്. അവൻ്റെ പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അവൻ ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ അവനവന് ശത്രുവായി മാറുകയാണ് ചെയ്യും. അതേപോലെ സ്വന്തം കുഞ്ഞിനെ പോലും കൊന്ന് സുഖം തേടിപ്പോകുന്ന അമ്മമാരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾക്ക് ഈ സന്മനസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആരെയും നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ സാധിക്കുന്നില്ല, നമ്മളെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാകാതെ ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ ലോകം ആഗ്രഹിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, ഓരോരുത്തരും ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ലോകത്തിൽ നിന്നും അക്രമങ്ങൾ ഒഴിവാകും, അഴിമതി ഒഴിവാകും, ചൂഷണം ഒഴിവാകും. അതിനല്ല ഒരു നല്ല ദിവസം നമുക്ക് സംജാതമാകട്ടെ എന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഒരു മതത്തിൻ്റെ പ്രത്യേക ആഘോഷം എന്നതിനപ്പുറത്ത് ക്രിസ്മസ് ഏവർക്കും സന്തോഷം പകരുന്ന ആഘോഷമാണ്. തൃപ്രങ്ങോട് പഞ്ചായത്തിലെ പരപ്പേരിയിലെ ക്രിസ്മസ് ആഘോഷമാണ് ലോകത്തിന് തന്നെ മാതൃകയാവുന്നത്. ജാതിമത ഭേദമന്യേ ക്രിസ്മസിനെ വരവേൽക്കുന്നത് പ്രദേശവാസികൾ ഒരുമിച്ചാണ്. പ്രദേശം മുഴുവൻ ദീപാലങ്കാരമാക്കിയും ക്രിസ്മസ് ട്രീയും പുൽക്കൂടുമെല്ലാം മുഴുവൻ വീടുകളിലും ഒരുക്കും. എന്തിനേറെ പറയുന്നു, ക്രിസ്മസിനോടനുബന്ധിച്ച് പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വീട്ടിൽ നിന്നാണ് കരിമരുന്ന് പ്രയോഗം. കാണാം പരപ്പേരിയിലെ ക്രിസ്മസ് വിശേഷങ്ങൾ. ദിനേന അക്രമത്തിന്റെയും വിദ്വേഷത്തിന്റെയും വാർത്തകൾ കാണുന്ന ഈ കാലത്ത് ലോകത്തിന് തന്നെ മാതൃകയായി ക്രിസ്മസിനെ വർഷങ്ങളായി വരവേറ്റുവരികയാണ് തൃപ്രങ്ങോട് പഞ്ചായത്തിലെ പരപ്പേരി നിവാസികൾ. പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനുമുള്ള അവസരമായി കാണുന്ന ക്രിസ്തുമസ് ആഘോഷം പരപ്പേരിക്കാർക്ക് ജാതിമത ഭേദമന്യേ ഊഷ്മള സ്നേഹം ഊട്ടിയുറപ്പിക്കാനുള്ള ആഘോഷം കൂടിയാണ്. ക്രിസ്മസ് പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഉത്സവമാണ്. ഈ ക്രിസ്മസ് വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആഘോഷമാതിരിയാണ് ഞങ്ങൾക്ക്. ഞങ്ങളെ കൊണ്ടായ കുട്ടികളൊക്കെ, കല്യാണം കഴിച്ചു കൊണ്ടായ കുട്ടികളൊക്കെ വരലും ഒരു ആഘോഷം തന്നെ. ഇത് ജാതി മതം ഒന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് ചെയ്യണ ഒരു പരിപാടിയാണിത്. ഈ ഒരു കാലം ഞങ്ങൾക്കൊരു വലിയ ഉത്സവം തന്നെയാണ് ക്രിസ്മസിന്റെ കാലം. അപ്പൊ അതാ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ഇവിടെയൊക്കെ എങ്ങനെ ചെയ്യണതൊക്കെ, അതൊക്കെ ഞങ്ങൾക്ക് ഒരു നല്ല ഉത്സവം തന്നെയാണ് ഞങ്ങൾക്ക് ഈ ക്രിസ്മസ്. കാണാൻ എല്ലാവരും വരും. ഒരു ഉത്സവം തന്നെ, ഈ നാട്ടിന് തന്നെ ഒരു ഇതാണ്. ക്രിസ്തുമസ് എത്തുന്നതിന് നാളുകൾക്ക് മുമ്പേ പ്രദേശമാകെ ദീപാലങ്കാരമാവും. വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ദീപാലങ്കാരം കാണാനായി എത്തും. ക്രിസ്മസ് ട്രീയും പുൽക്കൂടുമെല്ലാം മിക്ക വീടുകളിലും ഒരുക്കും. ക്രിസ്മസ് രാവിലെ പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വീട്ടിൽ നിന്നാണ് കരിമരുന്ന് പ്രയോഗം നടക്കുക. എല്ലാ സ്ഥലങ്ങളിലും ഇന്നത്തെ കാലഘട്ടത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നുള്ളത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടുകളാണ്. ഞങ്ങൾക്കിതിൽ മതമോ ജാതിയോ അല്ലെങ്കിൽ വ്യത്യാസമായ കാഴ്ചപ്പാടുകളോ സ്ത്രീയോ പുരുഷനോ അങ്ങനെ വ്യത്യാസങ്ങളോ ഇല്ലാത്ത ഒരു നല്ല ഒരു നാളേക്ക് വേണ്ടിയുള്ള ഒരു കാൽവെപ്പാണ്. ഇതിന് മുന്നേ ഉണ്ട്. ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ടതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഇതിനോട് ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ കരിമരുന്നും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പള്ളി പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ അതുണ്ടാവും. അങ്ങനെ ഓരോ വീടുകളിലും പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. മറ്റു പ്രദേശങ്ങളിലേക്ക് വീട് മാറിയവരും ബന്ധുക്കളുമെല്ലാം ക്രിസ്മസ് രാവിലെ പരപ്പേരിയിലെ ബന്ധുഭവനിലെത്തും. പരപ്പേരി യുവജന കൂട്ടായ്മയുടെ 2024 വർഷത്തെ ക്രിസ്തുമസ് പരിപാടിക്ക് ഷംസുദ്ദീൻ ചാലയിൽ, സുരേഷ് പടിപ്പുര, ദാസൻ VP, മാർട്ടിൻ ആബേൽ, അജിത്ത് പറക്കാടൻ, പ്രശാന്ത് മാത്യൂസ്, സാബിനുൽ, ഷിഹാബ്, വിനു പോൾ, ഷാജുമോൻ, വിഭു, വിജയൻ, ഫെബിൻ, ഷംസുദ്ദീൻ ചാലിയിൽ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. വെട്ടം ന്യൂസ്, ആലത്തിയൂർ. കേരള വിമൻ ടൂറിസം ഫ്രറ്റേണിറ്റി സംഘടിപ്പിക്കുന്ന ബിസിനസ് ടു ബിസിനസ് മീറ്റപ്പ് ജനുവരി 30 വയനാട് ഹിൽ ഡിസ്ട്രിക്ട് ക്ലബ്ബിൽ നടക്കും. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകളെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബിസിനസ് ടു ബിസിനസ് മീറ്റപ്പാണിത്. ഇവന്റിൽ 100-ൽ പരം റിസോർട്ടുകൾ, ട്രാവൽ ഏജന്റുമാർ, ഇവന്റ് ഓർഗനൈസർമാർ, ഹോളിഡേ മേക്കർമാർ എന്നിവർ പങ്കെടുക്കും. ബിസിനസ് മീറ്റിൽ 100+ സ്റ്റോൾസും 500+ ബയേഴ്സും ഉണ്ടാവും. അതായത് വരുന്ന ബയേഴ്സിന് റീകണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും പ്രൊഫഷണൽ ഇൻഡിവിജ്വൽസ്, ഹോട്ടലിയേഴ്സ്, പിന്നെ DMCs എല്ലാം ഈ ഒരു പ്രോഗ്രാമിന് ഇൻക്ലൂഡിംഗ് ആണ്. അപ്പൊ എല്ലാവർക്കും ടുഗദർ ആയിട്ട് ഈ ഒരു ട്രാവൽ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഇതിന് മുന്നേ കേരള ടൂറിസം സെക്ടറിൽ ഈ ഒരു ട്രേഡ് എക്സ്പോ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളിൽ വ്യത്യാസപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നടത്തുന്നത് KWTF, കേരള വിമൻ ടൂറിസം ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ വിമൻസിന് വേണ്ടിയിട്ടുള്ള അലയൻസ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് വേറെയുള്ള ഒരു ട്രാവൽ എക്സ്പോയിൽ നിന്ന് ഇതിനെ വ്യത്യാസപ്പെടുത്തുന്നത്.
ഇവന്റ് ഹൈലൈറ്റുകൾ, വൺ റൂഫ് ആക്സസ്, 100-ലധികം വ്യവസായ പ്രൊഫഷണലുകളുമായി കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലക്ഷ്യമിടുന്നത്. സ്ത്രീ ശാക്തീകരണം, ടൂറിസത്തിൽ സ്ത്രീകളുടെ സുപ്രധാന പങ്ക് എടുത്തുകാട്ടുകയും വയനാടിന്റെ പുനരുജ്ജീവനവുമാണ് കേരള വിമൻ ടൂറിസം ഫ്രറ്റേണിറ്റിയുടെ ലക്ഷ്യം. വയനാടിന്റെ പ്രാമുഖ്യം വീണ്ടെടുക്കുന്നതിനുള്ള ഡ്രൈവിംഗ് സംരംഭങ്ങൾ, ടീം വർക്ക് ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, പരസ്പര വളർച്ചയ്ക്കായി വ്യവസായത്തിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, വ്യവസായ പങ്കാളികൾക്കുള്ള ബിസിനസ് മീറ്റ്, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി എന്നിവ ചർച്ച ചെയ്യാനും ബിസിനസ് ചെയ്യാനുമുള്ള അവസരങ്ങൾ, ബാർട്ടർ അവസരങ്ങൾ, ഏറ്റവും പുതിയ ട്രെൻഡുകൾ, സംഭവ വികാസങ്ങൾ എന്നിവയുമാണ് മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസിഡന്റ് ഉസ്ന മുഹമ്മദ്, ട്രഷറർ ഗോപിക അരവിന്ദാക്ഷൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഈ മാസം 28-ന് തിരൂർ നഗരസഭ EMS പാർക്കിൽ നടക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശനൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷേമ പെൻഷൻ അപേക്ഷാ ക്യാമ്പ്, മെമ്പർഷിപ്പ് ക്യാമ്പ്, സ്കൂൾ കലോത്സവ വിജയികൾക്ക് അനുമോദനം, ഗാനമേള, കലാപരിപാടികൾ എന്നിവ നടക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശനൻ ഉദ്ഘാടനം ചെയ്യും. ഈ വരുന്ന 28-ാം തീയതി ഡിസംബർ 28-ന് ജില്ലാ സമ്മേളനം തിരൂരിലെ EMS പാർക്കിൽ വെച്ച് നടത്തുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശനൻ വർണ്ണം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ, പ്രതിപക്ഷ നേതാവ്, സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിനിധി സമ്മേളനം 28-ാം തീയതി കാലത്ത് ലളിതകലാ സമിതിയിൽ വെച്ചിട്ടാണ്. സ്റ്റേജ് കലാകാരന്മാരുടെ ക്ഷേമത്തിനു വേണ്ടി ആലപ്പുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സവാഗ്. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കുമാരി സുകുമാരൻ, അശോകൻ വയ്യാട്ട്, ലിബി ആർ തടത്തിൽ, PT ബദറുദ്ദീൻ, ഈശ്വർ തിരൂർ, നരൻ ചെമ്പൈ, PM മുസ്തഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കുടുംബങ്ങളുള്ള തേക്കിൽ കുടുംബത്തിന്റെ സംഗമം വ്യാഴാഴ്ച പുത്തനത്താണി ഐറിസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിൽക്കുന്ന സംഗമത്തിൽ 2000-ഓളം പേർ സംബന്ധിക്കും. ഈ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്യും. തേക്കിൽ കുടുംബത്തിൽ നിന്നും വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവരെയും മുതിർന്ന അംഗങ്ങളെയും ആദരിക്കും. ഞങ്ങളെ ഫാമിലിയുടെ ഒരു സംഗമമാണ് തേക്കിൽ കുടുംബ സംഗമം. 26-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ 6 മണി വരെ പുത്തനത്താണി ഐറിസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ തിരൂർ മേഖലയിലായിട്ട് ഏതാണ്ട് 8-9 വർഷം മുമ്പ് ഒരു ചെറിയ നിലക്ക് ഞങ്ങളെ കുടുംബസംഗമം ഞങ്ങൾ നടത്തിയിരുന്നു. ഇപ്പം ഞങ്ങൾ അതങ്ങനെ പുറത്തറിഞ്ഞ് നോക്കുമ്പോൾ വയനാട് അടിവാരം മുതൽ നിലമ്പൂർ ഒക്കെയുള്ള ഫാമിലി അംഗങ്ങൾ ബന്ധപ്പെടുകയും അതനുസരിച്ച് ഞങ്ങൾ വിപുലമായ നിലയിൽ ചേരുന്നതിന് വേണ്ടിയാണ് ഞാൻ മേൽപ്പറഞ്ഞ തീയതിക്ക് ഇങ്ങനൊരു തീരുമാനമെടുത്ത്. ഫാമിലി തെറാപ്പിസ്റ്റ് സൈഫുന്നിസ കോട്ടക്കൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കും. കുടുംബം റബ്ബിന്റെ വരദാനം എന്ന വിഷയത്തിൽ സൈനുൽ ആബിദ് ഹുദവി ചേകന്നൂർ ഉദ്ബോധന പ്രസംഗം നിർവഹിക്കും. പത്രസമ്മേളനത്തിൽ ചെയർമാൻ T ബീരാൻകുട്ടി, സഹഭാരവാഹികളായ T അഹമ്മദ്, T സിദ്ദിഖ്, T കുഞ്ഞുട്ടി എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.